നമസ്കാരം. ഞാനിപ്പം സമയം ഇപ്പോൾ രാത്രി 1 മണി എന്നുവെച്ചാൽ പുലർച്ചെയായി. ഞാനിവിടെ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ആളെ ഞാൻ പരിചയപ്പെടുത്താം, പക്ഷേ അയാളുടെ അടുത്തൊരു സംഭവം ഇരുമുണ്ട്. അതെനിക്കൊന്ന് മേടിച്ച് ഒരു വീഡിയോ എടുക്കണം. പക്ഷേ ഞാൻ പല പ്രാവശ്യം അവിടെ പോകണമെന്ന് ആഗ്രഹിച്ച് എന്നെ വിളിച്ചത്, പക്ഷേ ഞാൻ പോയില്ല. പക്ഷേ അയാളെ ഞാൻ വിളിക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ജിൻഡപ്പൻ ഓക്കെ എല്ലാം പറഞ്ഞ ഇതാണ് ജിൻഡോ. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങൾ ജിൻഡപ്പൻ. പക്ഷെ ജിൻഡപ്പൻ്റെ കയ്യിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഏതാന്ന് അറിയണ്ടേ? ജിൻഡപ്പൻ ഇത് ആർക്കുള്ള? നമ്മുടെ മക്കൾക്കുള്ള. ഏത് മക്കൾക്ക്? നമ്മുടെ ഇവിടെ നമ്മൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, എനിക്ക് വോട്ട് ചെയ്യാത്ത മക്കളും എല്ലാവരും എടുത്തു. എല്ലാവരും കൂടി ഉള്ളത് ഇത് കൊടുക്കും. കേരളത്തിന് മണ്ണിനുള്ളത്. ലോകത്തുള്ള എല്ലാ മലയാളികളും, ലോകത്തുള്ള എല്ലാ മലയാളിസിനുള്ളത്. പക്ഷെ ഒരു കാര്യം പറയും, ഞാനിവിടെ ജിൻഡപ്പനെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കണ്ടു. അത് മലയാളിയല്ല, നേപ്പാളിയാണ്. അവർ പറയുന്ന ഒരു വീഡിയോ എൻ്റെ വൈഫ് കുറച്ച് മുമ്പ് അയച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയാളുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, ഈ ബിഗ് ബോസ് അതുകൊണ്ട് കാണാറുണ്ട്, ആർക്ക് വോട്ട് ചെയ്യണം, ആര് ജയിക്കണം? ജിൻഡപ്പൻ ജയിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ് ഞാൻ ഇരിക്കും ഒരു വീഡിയോ കോളിലും അവർ വന്നു എന്നുള്ളതാണ്. അപ്പം ജിൻഡപ്പനെ സ്നേഹിക്കുന്ന എത്ര ആളുകളുണ്ട്, മനസ്സിലായില്ലേ ജിൻഡപ്പന്? എനിക്ക് താങ്ക് യു. ജിൻഡപ്പൻ ഓക്കെ അല്ലേ? ഞാനൊന്നും മനസ്സിലോട്ടെ. ഓക്കെ ഗൈസ്, ഇനിയും നിങ്ങൾ തുടർന്ന് ഈ സ്നേഹം ഉണ്ടാണ് ജിൻഡപ്പനടുത്ത്. ജിൻഡപ്പൻ എന്നും ജിൻഡപ്പനായിരിക്കും, അന്നും ഇന്നും. ജിൻഡപ്പൻ ലാലേട്ടൻ്റെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒത്തിരി ആളുകൾക്ക് കൈ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും കൈ തരും. അത് തന്നെയാണ് ആ ജിൻഡപ്പൻ്റെ ഓരോ സീൻ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. എങ്ങനെ ജിൻഡപ്പൻ? ഓക്കെ, ബൈ.